എളിമയോടെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയില് ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും സമർപ്പിക്കുകയാണ് ഈശോയെ. ഹൃദയത്തെ ശാന്തമാക്കുന്നു ഈശോയെ. മനസ്സിൽ ഞങ്ങൾക്ക് എളിമ തരണമേ. ഞങ്ങളുടെ ഹൃദയത്തെ അഭിമുഖീകരിക്കുന്ന, ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ടുള്ള ശക്തി നീ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ. ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്ന ഈശോയെ. നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല ഈശോയെ. ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം നീ തന്നെയാണ് എന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സർവസ്വവും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും എല്ലാം ഈശോയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, എളിമയോടെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകള്, ഞങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആശങ്കകള്, ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആശങ്കകള്, ഞങ്ങളുടെ മക്കളുടെ ജോലിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആശങ്കകള് എല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ എളിമയോടെ സമർപ്പിക്കുന്നു ഈശോയെ. നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല ഈശോയെ. നിന്റെ തിരുസന്നിധിയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എളിമയോടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റാരാ ഉള്ളത്? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ, പിന്നെ ഞങ്ങൾ ആരുടെ പക്കൽ പോകണം ഈശോയെ? അഭിഷേകം തരണമേ, അഭിഷേകം തരണമേ, കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ,
കർത്താവേ, കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളെ പോലെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെയും അനുഭവിച്ച സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോൾ അത്രയും സ്വാതന്ത്ര്യങ്ങൾ ഞങ്ങളുടെ പുറം ജീവിതത്തിൽ ഞങ്ങൾക്കില്ല എങ്കിലും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ ഒത്തിരിയേറെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ നാളുകളിലൂടെ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നല്ല ഈശോയെ, ജീവിതത്തിൽ ഈ തിരിച്ചറിവുകൾ ഉണ്ടാവുക എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഈ തിരിച്ചറിവുകൾ ഞങ്ങൾ പുതിയ ഒരു ജീവിതത്തിന്റെ ശൈലിയിലേക്ക് കടന്നു ചെല്ലുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുമ്പോഴാണല്ലോ നീ ഞങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന നന്മയുടെ പദ്ധതികൾ ഞങ്ങളിലൂടെ, ഞങ്ങളുടെ കുടുംബത്തിലൂടെ, ഞങ്ങളുടെ സമൂഹത്തിലൂടെ എല്ലാം നിവർത്തിതമാകുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നല്ല ഈശോയെ, ഞങ്ങൾ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് പരക്കം പാഞ്ഞ് ഓടി നടക്കുന്ന കാലഘട്ടങ്ങളായിരുന്നുവല്ലോ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ മുഴുവനും. എന്നാൽ ഈശോയെ, ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആയിരുന്ന ഈ നാളുകളൊക്കെയും ഞങ്ങളുടെ കുടുംബമാണ് സ്വർഗമെന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ട കുടുംബവും കുടുംബത്തിന്റെ സാഹചര്യങ്ങളുമാണ് സ്വർഗമെന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. കുടുംബത്തോട് ചേർത്ത് ജീവിക്കുവാൻ, കുടുംബമേ നീ എന്താണോ അതായിത്തീരുവാൻ ഞങ്ങൾ കൊതിക്കുന്ന നാളുകളുണ്ടായിരുന്നു. എന്നാൽ ഇന്നിതാ ഈ നാളുകളിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ കുടുംബത്തിൽ നിന്നും അനുഭവിക്കേണ്ട സ്നേഹവും, കുടുംബത്തിന് കൊടുക്കേണ്ട കരുതലും, കുടുംബത്തിൽ നിന്നും കിട്ടേണ്ട നന്മയുമെല്ലാം ഞങ്ങൾ പരസ്പരം സ്വീകരിച്ചുകൊണ്ടാണ് ഈശോയെ ഞങ്ങളുടെ ഓരോ ഭവനങ്ങളിലും ഞങ്ങൾ ആയിരിക്കുന്നത്. ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത അനുഭവത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവമേ, പുതിയ ഒരു പെന്തക്കോസ്തായുടെ അനുഭവം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ ദൈവാനുഭവത്തെ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നൽകപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പുതിയ ഒരു പെന്തക്കോസ്തായുടെ അനുഭവം ഈ വരുന്ന 30 ദിനങ്ങളിലൂടെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ് മാസത്തിന്റെ അവസാന ദിവസത്തിൽ ദൈവമേ ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ, ആ പെന്തക്കോസ്ത ദിനം അനുഭവിക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ ദേവാലയത്തിൽ ഒന്ന് ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ പറ്റുന്ന ഒരു ക്രമീകരണങ്ങളെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഭ മുഴുവനും പ്രാർത്ഥിക്കുന്നു. പുതിയ ഒരു പെന്തക്കോസ്തായുടെ അനുഭവം അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശോയെ, അങ്ങയുടെ ഈ വർഷത്തെ പെന്തക്കോസ്ത ദിനത്തില് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ശിഷ്യന്മാര് വിവിധ ഭാഷകളിലൂടെ സംസാരിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞതുപോലെ ഞങ്ങള് സഭാമക്കള് ആ പെന്തക്കോസ്ത അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ഈശോയെ നീ ഞങ്ങളെ അനുഭവിക്കണമേ എന്ന നിയോഗം വെച്ചുകൊണ്ട് ഈ 30 ദിനങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ഈശോയെ, അതിനുള്ള കൃപയും അഭിഷേകവും നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പെന്തക്കോസ്തായുടെ അനുഭവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ജീവിതത്തിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ, ഈ കഴിഞ്ഞ നാളുകളിലൂടെ കടന്നുപോയപ്പോൾ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തില് ഇങ്ങനെ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി കൊതിച്ച നാളുകള് ഇല്ലായിരുന്നു എന്നുള്ളതല്ലേ സത്യം. കുടുംബങ്ങളില് ഓരോ ദിവസങ്ങളിലും പ്രാർത്ഥനയ്ക്കായിട്ട് സമയങ്ങൾ മാറ്റിവെക്കപ്പെട്ടപ്പോൾ, ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളില് സന്ധ്യാപ്രാർത്ഥനകൾ പോലും ഇല്ലാത്ത നാളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ സത്യം. എന്നാൽ ഈ നാളുകളിലൂടെ കുടുംബ അഭിഷേകം ഞങ്ങളിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്ന ആത്മാവിന്റെ ജ്വലനങ്ങൾ ഞങ്ങളിൽ നടക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ കുദാശകളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള ആത്മാവിന്റെ ജ്വലനത്തിനു വേണ്ടി ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന കുദാശകളുടെ മഹത്വം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വിശുദ്ധ കുർബാനകളുടെ മഹത്വം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന കുംഭസാരത്തിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിന്റെയും ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വിവാഹമെന്ന കുദാശയുടെയും സ്ഥൈര്യലേപനത്തിന്റെയും മാമോദീസായുടെയും ഒക്കെ ഫലങ്ങൾ അതാത് മക്കളിലേക്ക് അനുഭവമായിട്ട് ഉജ്ജ്വലനമായിട്ട് തീരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ, ഈ ദിവസങ്ങളിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന ഈ തീവ്രതയുടെ ദിവസങ്ങളെ, തീഷ്ണതയുടെ ദിവസങ്ങളെ, പ്രത്യാശയുടെ ദിവസങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ നയിക്കണമേ. നീ ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ ബുദ്ധികളെ നയിക്കണമേ. ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകളിലൂടെ, ഞങ്ങളുടെ ഈ ഫൊറോനായിലൂടെ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഭയിലേക്ക് ഈ അഗ്നിയുടെ നാളങ്ങൾ ഇറങ്ങി വരത്തക്കവണ്ണം ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ ഈശോയെ, വിവിധ ധ്യാന മന്ദിരങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും വിവിധ ദേവാലയങ്ങളിലും വിവിധ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും വിവിധ ഭവനങ്ങളിലും ഓരോ വ്യക്തികളിൽ നിന്നും ഈശോയെ ഉയർന്നു വരുന്ന പ്രാർത്ഥനയുടെ അഭിഷേകത്തിന്റെ അഗ്നിയാല് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ അഭിഷേകം നൽകണമേ. ശ്രീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിലേക്കും വന്ന് നിറയണമേ എന്ന് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദവും ഈശോയുടെ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ചിന്തകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശ്രീഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയെ നയിക്കണേ. ശ്രീഹന്മാരിൽ ശക്തിയെ നയിക്കണേ. നമുക്ക് മുട്ടുമേൽ നിന്നുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി കൈകൾ യാതനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശ്രീഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയെ നയിക്കണേ. ശ്രീഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയെ നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമായി. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമായി. യേശുവേ വിമോചകനെന്ന്
പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഭയചകിതരായ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് വിമോചനം ലഭിച്ചതുപോലെ ഞങ്ങളുടെ മനസ്സുകളില്, ഞങ്ങളുടെ കുടുംബങ്ങളില്, ഞങ്ങളുടെ വിവിധ രാജ്യങ്ങളില് മാനസികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളില്, പ്രത്യേകിച്ച് ഈ സാംക്രമിക രോഗത്തെ പ്രതിരോധിക്കുവാനായിട്ടുള്ള ഈ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ട് മരുന്ന് കണ്ടുപിടിക്കുവാനായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ, ഡോക്ടർമാരുടെ ബുദ്ധികളെ വികസിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്ത മാർപ്പാപ്പായുടെ പ്രത്യേക നിയോഗങ്ങളോട് ചേർന്ന് ദൈവമേ, ഞങ്ങളെ ഈ ലോകത്തില് ജീവിക്കുവാൻ അവിടെ അനുവദിച്ചുവെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആശീർവാദത്താല്, മനസ്സിന്റെ സ്വാതന്ത്ര്യത്താല്, അവിടുന്ന് നൽകുന്ന ആശീർവാദത്താല് ഞങ്ങളുടെ മനസ്സുകളെ ശാന്തമാക്കണമേ എന്ന്, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ എളിമയോടെ അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങൾ ഒരുങ്ങുന്നു. സ്വർഗ്ഗത്തിലെ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേ. സകലേശാദികടാക്ഷം തൂകണമേ വത്സല സുതരിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഴ്ത്തിടട്ടെ വാഴ്ത്തിടട്ടെ സത്യദൈവമർത്തിം മിശിഹാനാഥൻ മാറുവരുമായി വാഴ്ത്തിടട്ടെ മാധുര്യമിയലും തന്തിരുനാമം മാറുവരുമായി വാഴ്ത്തിടട്ടെ നാഥൻ തന്റെ അമൂല്യ നിണത്തെ മാറുവരുമായി വാഴ്ത്തിടട്ടെ സ്നേഹമിടും തിരുഹൃദയത്തെ മാറുവരുമായി വാഴ്ത്തിടട്ടെ ദിവ്യബലിപീഠേ വാണിടും ഈശൻ മാറുവരുമായി വാഴ്ത്തിടട്ടെ അമലോത്ഭവയ കന്യാംബികയെ മാറുവരുമായി വാഴ്ത്തിടട്ടെ
ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മഹനീയ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവേ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനവും വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും ആരും സ്തുതിക്കും എന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനുഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. മനസരിലോ മനനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവ സ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യം സ്തുത്യർഹൻ. ജനതേ നാഥൻ വീണ്ടും
ഗീതം പാടിയിടും വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കും അതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിലെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനും ആത്മാവിൻ ഉത്തമരക്ഷയുമീകുന്നു. കർത്താവേ, ഞാൻ കൈകൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനും ആത്മാവിൻ ഉത്തമരക്ഷയുമീകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിലെയും നാഥായ നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനീ, പരിപാവനനാം അമർത്തിരി, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദ്യം മുതലേ നീക്കുവാമേ. പരിപാവനനാം സർവേശ,
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകലരുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും സഹോദരരെ, വിശുദ്ധ പൗലോസ് റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ശക്തരായ നാം നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല, അശക്തരുടെ ബലഹീനതകൾ വഹിക്കുകയാണ് വേണ്ടത്. നാം ഓരോരുത്തരും അയൽക്കാരന്റെ നന്മ ഉദ്ദേശിച്ച് അവന്റെ ഉത്കർഷത്തിനായി അവനെ പ്രീതിപ്പെടുത്തണം. എന്തെന്നാൽ മിശിഹായും തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: അങ്ങേ അധിക്ഷേപിച്ചവരുടെ അധിക്ഷേപങ്ങൾ എൻ്റെ മേൽ പതിച്ചു. മുമ്പേ എഴുതപ്പെട്ടിരുന്നവയെല്ലാം സഹനശീലത്താലും ലിഖിതങ്ങളുടെ സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശയുണ്ടാകുവാൻ നമ്മുടെ പ്രബോധനത്തിന് വേണ്ടി എഴുതപ്പെട്ടവയാണ്. സഹനശീലത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും ദൈവം ഈശോ മിശിഹായ്ക്ക് യോജിച്ച വിധം പരസ്പരം ഏക മനസ്സായിരിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. അങ്ങനെ നിങ്ങൾ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടാം ഒന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോസിക്കും കർത്താവേ നിൻ പാദഗിരിയിൽ കൂടാരത്തിൽ. ഹല്ലേലൂയ പാടാം ഒന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കപടതയെന്നെ ജീവിപ്പോനും നീതിയെ മാത്രം തേടുന്നോനും ഹൃദയനിതരാം നേരുള്ളോനും നാവാവഞ്ചന ചെയ്യാത്തവനും. ഹല്ലേലൂയ പാടാം ഒന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. താതിനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യമായി ഭവിച്ചിടട്ടെ. ആമീൻ. ഹല്ലേലൂയ പാടാം ഒന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മറ്റൊരു സാപത്തിൽ ഈശോ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലതുകൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. നിയമജ്ഞരും ഫരിസേയരും അവനിൽ കുറ്റം ആരോപിക്കുവാൻ പഴുതു നോക്കി സാപത്തിൽ സുഖപ്പെടുത്തുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. ഈശോ അവനോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവൻ ചുറ്റുമുള്ളവരെയെല്ലാം നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു, നിന്റെ കൈ നീട്ടുക. അവൻ അങ്ങനെ ചെയ്തു. അവന്റെ കൈ സുഖപ്പെട്ടു. അവർ രോക്ഷം പൂണ്ട് ഈശോയെ എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് മാസാദ്യ വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞുപോയ ഒരു മാസക്കാലം ദൈവത്തിന് മുൻപിൽ എപ്രകാരമാണ് നമ്മൾ വ്യാപരിച്ചത് എന്നൊന്ന് ആത്മശോധന ചെയ്യുവാനും വരുന്ന ഒരു മാസകാലം കർത്താവിന്റെ തിരുമുൻപിൽ വിശ്വസ്തയോടെ സ്നേഹത്തോടെ വ്യാപരിക്കുവാൻ, വിശ്വാസത്തിൽ അടിയുറച്ച ജീവൻ നയിക്കുവാൻ ഉള്ള പ്രതിജ്ഞ ചെയ്യുവാൻ കൂടി ഉള്ള ദിവസമാണ്. ഒപ്പം മെയ് 1 തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാളാണ്. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവ് തൊഴിലിന്റെ മഹാത്മ്യം തന്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കുകയും ഒപ്പം തന്റെ കുടുംബത്തെ ദൈവേഷ്ടമനുസരിച്ച് മുന്നോട്ട് നയിക്കുകയും ചെയ്ത മഹാവിശുദ്ധനായിരുന്നു. ഈ വരുന്ന ഒരു മാസ കാലഘട്ടം കുടുംബത്തിൽ തന്നെ കൂടുതലായിട്ട് ചിലവഴിക്കുന്ന കാലഘട്ടമാണെന്ന് നമുക്കറിയാം. ഏറ്റവും സന്തോഷത്തോടും വിട്ടുവീഴ്ചയോടും വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി നമ്മുടെ കുടുംബത്തിലായിരിക്കുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിശുദ്ധന്റെ മാതൃക പിൻചെന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു മാസകാലം ഏറ്റവും വിശ്വസ്തയോടും വിശ്വാസ ജീവിതത്തിലും ആയിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വന്നാൽ ഈശോ കൈശോഷിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിയാണ് നമ്മൾ ദർശിക്കുക. ഇവിടെ ദൈവത്തിന്റെ ദൈവപുത്ര, ഈശോയുടെ ദൈവപുത്ര സ്ഥാനം ഈ മനുഷ്യരുടെ മുൻപിൽ അവിടുന്ന് ഉദ്ഘോഷിക്കുന്നതോടൊപ്പം 3 തരത്തിലുള്ള ഈശോയുടെ അനുയായികളെ നമുക്കിവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നിയമജ്ഞരും ഫരിസേയരും പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു കൂട്ടർ, ഈശോയിൽ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി മാത്രം അവിടുത്തെ അനുഗമിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിന്റെ ലാഞ്ചനകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എവിടെയും കുറ്റം മാത്രം, കുറവ് മാത്രം ദർശിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ. നമ്മുടെ മനസ്സിൽ എന്തെല്ലാം നന്മ കണ്ടാലും ആ നന്മകളെല്ലാം മാറ്റിവെച്ച് കുറ്റവും കുറവുകളും കണ്ടെത്തുവാനുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഈ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും അനുയായികളാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ടായിരുന്നു, എന്ത് നടക്കുന്നു എന്ന് കാണുവാൻ ആകാംക്ഷയോടെ ഈശോയെ അനുഗമിച്ചിരുന്നവര്. അവിടുത്തെ അത്ഭുതങ്ങൾ കാണാം, അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ ആ സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങള്, കാണുവാനും കാണിക്കുവാനുമായിട്ട് മാത്രം ഈശോയെ അനുഗമിക്കുന്ന ഒരു കൂട്ടം ജനങ്ങള്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലും അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിന്റെ ഭാഗം ഉണ്ടാകാം. കാണുവാനും അവരെ കാണിക്കുവാനും വേണ്ടി മാത്രം ഈശോയെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവര്, പേരിന് വേണ്ടി മാത്രം ക്രൈസ്തവരായിരിക്കുന്ന ഒരു കൂട്ടര് നമ്മുടെ ഉള്ളിലേക്കും തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് അവലോകനം ചെയ്താൽ നമ്മൾ ഈ ഏത് കൂട്ടത്തിൽ പെടുന്നവരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഞായറാഴ്ചകളുള്ള വിശുദ്ധ കുർബാന വളരെ ഭക്തിപൂർവ്വം ദേവാലയങ്ങൾ വന്ന് കാണാറുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഭക്തിപൂർവ്വം എപ്രകാരമാണ് നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് കടമുള്ള ദിവസങ്ങൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത് എന്ന് ആത്മശോധന ചെയ്താൽ മാത്രം മതി. കാണുവാനും കാണിക്കുവാനും വേണ്ടിയിട്ടാണോ നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതൊരു കൂട്ടമുണ്ട്, അവര് ഈശോയിൽ യഥാർത്ഥ കൃപ സ്വീകരിക്കുന്നവരാണ്. ഇളമയോടെ വിനയത്തോടെ തങ്ങൾ ആരുമല്ല എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് എളിമയോടെ കർത്താവിന് മുമ്പിൽ വന്നണഞ്ഞിരുന്ന ആ മനുഷ്യര്, അവരാണ് അല്ലെങ്കിൽ അവർ മാത്രമാണ് ഈശോയുടെ കൃപ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. തളർവാദ രോഗി അല്ലെങ്കിൽ കൈ സൂക്ഷിച്ച മനുഷ്യരൊക്കെ ഈ കൂട്ടത്തിൽ പെടുന്നവരാണ്. തങ്ങളുടെ കുറ്റവും കുറവുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയം തേടുന്നവര്, അഭയം തേടുന്നവര്, അക്കൂട്ടത്തിൽ പെടുന്നവരാണോ നമ്മൾ ഇന്നുകൂടി ആത്മശോധന ചെയ്യാം. ഒന്നാമത്തെ നിയമജ്ഞരുടെയും ഫരിസേയരുടെയും കൂട്ടത്തിൽപ്പെട്ട് കുറ്റങ്ങൾ മാത്രം, കുറവുകൾ മാത്രം കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കുന്നവരാണോ, അല്ലെങ്കിൽ കാണുവാനും കാണിക്കുവാനും വേണ്ടിയിട്ട് മാത്രം വിശ്വാസ ജീവിതം നയിക്കുന്നവരാണോ, അതല്ലെങ്കിൽ ഇളമയോടെ വിനയത്തോടെ ഈ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനെ പോലെ തങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് വിനയാന്വിതരായിട്ട് ഈശോയുടെ മുൻപിൽ അണഞ്ഞുകൊണ്ട് കൃപ സ്വീകരിക്കുവാൻ സാധിക്കുന്നവരാണോ എന്ന് പരിശ്രമിക്കാം. ഈ ആദ്യ വെള്ളിയാഴ്ച ആചരിക്കുന്ന അവസരത്തിൽ എളിമയോടെ ദൈവത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ
വിശ്വാസ ജീവിതം നയിക്കുവാൻ തൊഴിലാളി മനുഷ്യനായ യേശുക്രിസ്തു പിതാവിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് യഥാർത്ഥ വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച മിശിഹായി തപസ്സിനെയും പ്രായശ്ചിത്തത്തിന്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാനും പ്രാർത്ഥനാരൂപിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങളിലേക്കെന്ന ദിവ്യകുഞ്ഞാടായി മിശിഹായി ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ ഹിതമനുസരിച്ച് അവതാരം ചെയ്ത വചനത്തെ പരിപാലിച്ച മാറിയ ഔസേപ്പിനെ പോലെ വിശ്വാസത്തിലും വിശുദ്ധിയിലും തങ്ങളുടെ മക്കളെ ദൈവോന്മുഖരായി വളർത്തുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തെ പുലർത്തുവാൻ നിരന്തരം അധ്വാനിച്ച മാറിയ ഔസേപ്പിനെ പോലെ ഞങ്ങളുടെ തൊഴിലിനോട് വിശ്വസ്തത പുലർത്തുവാനും അതിൽ അർത്ഥവും ആനന്ദവും കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ സംരക്ഷകനായ മാറിയ ഔസേപ്പിന്റെ മധ്യസ്ഥതയാൽ സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും സഭാതനയർക്ക് എല്ലാവർക്കും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർഗീയ ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായി ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാറിയ ഔസേപ്പ് മെത്രാപ്പോലീത്തായി മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം കാത്തു പരിപാലിക്കണമെന്നും അധികാരികളെയും ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായും ഇല്ലാതാക്കി ലോകത്തെ രക്ഷിക്കാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തിന്റെ താഴ്വരയിൽ കൂടിയാണ് നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകരോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അങ്ങിൽ ആശ്രയിക്കുവാനും അനുതാപത്തോടും പ്രായശ്ചിത്തത്തോടും കൂടെ മാനസാന്തര വഴികളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങളെ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ മാറിയ യോസേപ്പിന്റെ സംരക്ഷണയിൽ വളർന്ന ഈശോയെ അനുസരണത്തിന്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വളർത്തിയ പിതാവിനെ പോലെ ഞങ്ങളെ ഫലമേൽപ്പിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വരവെ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സാരംഗത്തിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് അവരുടെ യാതൊരു യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന്
അങ്ങേ ഞങ്ങളുമായി വിധപ്പെടുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ജീവന്റെ അടയാളം മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നീതിമാന്യ സ്മരണം എന്നും നിലനിൽക്കും. ഈശോ മിശിഹാതം പാലകനാം താതാ ധന്യൗസേപ്പേ ഈശോ തൻ തിരുവാര്യത്തെ സംരക്ഷിച്ചു നീയടുമോ കരുണയോടെന്നും ആകണമേ മഞ്ഞിലേ നിത്യം ഞങ്ങളെ മഹിതം കനിവിൻ പ്രാർത്ഥനയാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നീതിമാനായ മാറിയ സ്മരണം വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദ്യം മുതൽ നീക്കുവാൻ ദൈവം തന്റെ സ്നേഹന്മാരെ ഏകജാതനെ സ്നേഹിതരെ ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകളും ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്നേഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർത്തുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധായ അവിടുത്തെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സർക്കാരിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും നിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനും നമ്മുടെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസിന്റെ കാലത്ത് പീഡകളെ സഹിക്കുകയും സ്ത്രീവായി തളിക്കപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധായ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ചു ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. വിശുദ്ധായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ.
എന്റെ സഹോദരനെ കൃപാനുഗ്രഹങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ സജ്ജരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയും അവിടെ നാം സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാവുന്ന വിരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നു ഞങ്ങളെ കരുണയാതിരിക്കാൻ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങളിൽ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിലെ സമാധാനമുണ്ടാകുവാനും വത്സരത്തിലെ വിധകാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണ്ണമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതനയർക്ക് വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും, പ്രത്യേകിച്ച് വിശുദ്ധ യൗസേപ്പ് നാമധാരികളായ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും, കൊറോണ വൈറസ് രോഗം മൂലം വിഷമിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും, ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിമുക്തി നേടുന്നതിന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകളെ താഴ്ത്തി വിചാരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടും കൂടെ. സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവും യാക്കോബെന്നിവതം ദൈവമേ നിത്യം ആരാധ്യം. രാഘവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പോ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം അങ്ങയുടെ മഹത്വമേറിന്റെ ആരാധ്യമായ നാമം എല്ലാ സ്തുതിയും എല്ലാ നാവുകളുടെ കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളുടെ പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശാളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും പതിനായിരങ്ങളും മഹോന്നതനായി കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവയന്മാരുടെ ശ്രാപയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ
കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവ് വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വിധിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ നീ ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതരം അങ്ങയോട് സദൃശം നിങ്ങളുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകും ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുള്ള സമാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തലതല ശൂന്യനാക്കി ദാസരൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർദ്യമായ ആത്മാവോടും മർദ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചുകൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ ദ്രവ്യങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം അനേകാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അത് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വിളിച്ചുപോയി ഞങ്ങളെ സംഭരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശിക്കുകയും ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ വിഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാധ്യക്ഷപിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠപത്രാപരിതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിർപിതാധ്യക്ഷനായ മാർ ജോസഫ് പത്രാപരിതായ്ക്ക് വേണ്ടിയും മാർ തോമസ് പത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർത്ഥതരന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടിയും ഞങ്ങളുടെ സന്നിധിമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുന്ന പലവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളുടെ കാരണത്തെ പ്രത്യാശ കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും പ്രത്യേകമായ വിധം കൊറോണ വൈറസിനാൽ ക്ലേശം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ബലവും വിശുദ്ധവുമായ ബലിപീഠത്തിന് മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരം ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയായ മാതാവായ യാമറിയുടെയും അങ്ങയുടെ സംപ്രീതികളുടെ മാന്മാരും വിശുദ്ധമായ ഉദാഹരണന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവരുടെ സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ.
ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രം ധാർമ്മികമായ ദൈവമെന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടനായ ഈശ്വരനായ ശിവനും ഭൂവാസികളാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ സിഹാവും ജീവനായുമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാരൊക്കെ സാക്ഷിയും അണയന്മാർ, വേദപാരപുരാന്മാർ, ഗുരുവും ശുശ്രൂഷയും വിശുദ്ധമാമരീസായുടെ സജീവവും ജീവനാടയാളും ദുരിതം പരിസരത്തോടെയാസപ്പെടുത്താനും എല്ലാവർക്കും ആവശ്യമായ നൈർബല്യത്തിലെ വിശുദ്ധീയമാർ നമ്മുടെ വിശുദ്ധരാമൃഷിയിലും അറിയട്ടെ. കർത്താവേശമായ ദാസുരം അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസഭയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ധാരണയും മകനെയോ ഭവിക്കുന്നതിനും പരിശുദ്ധവും ജീവിതായുവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നിരദാസുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ രക്ഷയുടെ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കാരണത്തിനൊക്കെ വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖനുസൃതമായി എന്റെ പാപങ്ങളെ മായ്ച്ചു കളയുകയും ചെയ്യണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും വിശുദ്ധവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ എടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിസ്തുതിയും നാഥരാജകാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാപാവമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. സ്വർഗത്തിൽ നിന്നാഗതമായ ജീവൻ നൽകിടുവപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളുവോ. എന്നിലെ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള വാഗ്ദാനത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിലെ വിശുദ്ധോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നമ്മുടെ ഹൃദയ പ്രശ്നവതരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഇറങ്ങി വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് ഇടപേക്ഷിക്കുന്നു. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാൾ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വരുവിൻ വരുവിൻ സോദരഗണമേ, നീതിയെഴുന്നൊരു കാതിരിയോർക്കാം. അനവരതം സ്തുതിഗീതികൾ പാടാം, പാട്ടിപ്പാടാം ഹല്ലേലൂയ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ എപ്പോഴും നീക്കും. ആമേൻ. ഞങ്ങളുടെ സംരക്ഷകനായ മാറിയോസേപ്പേ, അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങളുടെ ശത്രുവിനെ പരാജയപ്പെടുത്തട്ടെ. ഞങ്ങളെല്ലാവരും കർത്താവിനെ ഹല്ലേലൂയ പാടി സ്തുതിക്കുന്നു. ഞങ്ങളെ സ്വീകരിക്കുന്ന തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നിത്യജീവൻ നൽകട്ടെ. ഓ എന്റെ ഈശോയേ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വാ ഈശോനാഥ,
സ്നേഹമുള്ളവരെയും ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുവാനായിട്ടുണ്ട്. നമ്മളുടെ ഈ ഇടവകയിൽ 2013 മുതൽ 2016 വരെ ശുശ്രൂഷ ചെയ്തിരുന്ന നമ്മളുടെ SH കോൺഗ്രിഗേഷനിൽപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റർ റോസ് മാത്യു ഇന്നലെ നിര്യാതയായി. ശവസംസ്കാര ശുശ്രൂഷ ഇന്ന് രാവിലെ 11:30 മണിക്ക് പാറയം പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് നടത്തപ്പെടുന്നു. നമുക്ക് നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത അമ്മയെ ഏറെ സ്നേഹത്തോടുകൂടി പ്രാർത്ഥനാപൂർവം ഓർക്കുവാനായിട്ട് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടുക്കി രൂപതയുടെ മെത്രാനായിരുന്ന മാർ മാത്യു ആനക്കുഴിക്കാട്ടിൽ പിതാവ് ഈ കഴിഞ്ഞ രാത്രിയിൽ നിര്യാതനായി. ഇടുക്കി രൂപതയുടെ മെത്രാനായിരുന്ന മാർ മാത്യു ആനക്കുഴിക്കാട്ടിൽ പിതാവിനെയും നമുക്ക് പ്രാർത്ഥനാപൂർവം ഓർക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വിരുപ്പേലച്ചൻ്റെ മരണവാർഷികമായിരുന്നു ഇന്നലെ. അച്ഛന് വേണ്ടിയിട്ട് നാളെ നമ്മൾ വിശുദ്ധ കുർബാനയും പ്രത്യേക ഒഫീസും രാവിലെ 6:30 മണിക്ക് ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. മെയ് മാസം ഇന്ന് 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ പെന്തക്കോസ്തായ്ക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫൊറോനയിലുള്ള എല്ലാ ഇടവകകളിലെയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പെന്തക്കോസ്ത അനുഭവത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കുവാൻ പ്രത്യേക പ്രവർത്തന പാഠ്യപദ്ധതികൾ ഒരുക്കിയിരിക്കുന്നുണ്ട്. അത് ഇന്ന് മുതൽ അതാത് ഇടവകകളുടെ ഗ്രൂപ്പിലേക്ക് നൽകപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാർ, അധ്യാപകർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കന്മാർ അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ പിതാവ് കഴിഞ്ഞ ദിവസത്തെ തൻ്റെ ഒരു കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു. മെയ് മാസം പ്രത്യേകിച്ച് മാതാവിനോട് ഉള്ള ഒരു വണക്കം നമുക്ക് പരമ്പരാഗതമായിട്ടുണ്ട്. മാതാവിനോട് പ്രത്യേകം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ പിതാവിൻ്റെ ഈ നിയോഗങ്ങളോട് ചേർന്ന് നമുക്ക് നമ്മളുടെ അമ്മമാർ പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ചിലർ അത് നോമ്പുകാലത്ത് മാത്രമായിരുന്നു എന്ന് ചിന്തിച്ചവരുമുണ്ട്. പക്ഷെ നമ്മൾ ഈ മെയ് മാസത്തിൽ എല്ലാ അമ്മമാരും അവരവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയങ്ങളനുസരിച്ച് 1/2 മണിക്കൂർ സമയം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കൊറോണ വൈറസ് രോഗബാധിതമായിട്ടുള്ള ഈ സമയത്ത് മാർപ്പാപ്പ പറയുന്നത് ഇതിന് പ്രതിവിധി കണ്ടെത്തുവാൻ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ ബുദ്ധിയെ വികസിപ്പിക്കത്തക്ക രീതിയിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ദൈവിക സാന്നിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ആ നിയോഗങ്ങളോട് ചേർന്ന് നമുക്കും ജപമാല ചൊല്ലി അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയുടെ സമാപന പ്രാർത്ഥനകളും ആശീർവാദത്തിലേക്ക് നമുക്ക് മനുഷ്യവർഗാശയായ ഞങ്ങൾ പാനം ചെയ്തതിൽ രക്തവും ഞങ്ങൾ ശിക്ഷാവിധി കാരണമാകാതെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിരസനതയുടെ സന്തുഷ്ടിക്കും പ്രധാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസങ്ങൾ ഞങ്ങളെ സ്വീകരിച്ച ദൈവരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായ നീ ദാസനെയും സത്താവിനെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തിനെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ
പിതാവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായും സ്നേഹായും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായ നീക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സും സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. ദൈവികമാ പരിപാലനമേ ബലി വഴിയായി നാഥനസ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേം നഗരത്തിൽ മാലാഖമാരുവനം ഭാഗം നമ്മൾ കരുടട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിൽ അവൾ തനേരിലും നാഥൻ മരനിരച്ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയെ നന്ദി, ബാവായെ നന്ദി, ഓഹായെ നന്ദി, കുർബാനയ്ക്കായി. ഈശോയെ നന്ദി, ബാവായെ നന്ദി, റോഹായെ നന്ദി, കുർബാനയ്ക്കായി. ഈശോയെ നന്ദി, ബാവായെ നന്ദി, റോഹായെ നന്ദി, കുർബാനയ്ക്കായി. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ ബോധ്യപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവസ്നേഹം അവരെ ലോകതന്ത്രത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമർത്ഥങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ മറ്റുള്ളവരുടെ ആനന്ദവും ആശ്വാസവും പരത്ത നിത്യ സൗഭാഗ്യത്തിന്റെ മൗഢവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ.
വൈദ്യരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമി, സന്യാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.